നമസ്കാരം. മാസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നോക്കാമേ. ജനക്ഷേമ പദ്ധതികൾ, റീസെന്റ് ആയിട്ടുള്ള ജനക്ഷേമ പദ്ധതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം ഇല്ലേ? നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്ഷേമ പദ്ധതികളൊക്കെ ഒരു പാർട്ട് വണ്ണിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരുപാടെണ്ണം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത, അതായത് ഇപ്പൊ അടുത്തിടെ വന്നിട്ടുള്ള കുറച്ച് ക്ഷേമ പദ്ധതികൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ നോക്കിയേ, ദീപ്തി കേട്ടോ. ആദ്യത്തെ പദ്ധതി ഏതാണ്? ദീപ്തിയാണ് കേട്ടോ. പദ്ധതി ഏതാണ്? ദീപ്തി. ആദ്യത്തെ പദ്ധതി നോക്കാം, ദീപ്തി പദ്ധതി കേട്ടോ. ആദ്യത്തെ ദീപ്തി പദ്ധതി നോക്കിയ പദ്ധതി കാഴ്ച പരിമിതർക്കുള്ള സാക്ഷരതാ പദ്ധതിയാണ് കേട്ടോ. പദ്ധതി എന്താണ്? കാഴ്ച പരിമിതർക്കുള്ള സാക്ഷരതാ പദ്ധതി. നടപ്പാക്കുന്നത് എന്താണ്? സംസ്ഥാന സാക്ഷരതാ മിഷനും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചേർന്നിട്ടാണ് എന്ത് നടപ്പാക്കുന്നത്? ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പദ്ധതി ഏതാണ്? ദീപ്തിയാണ്. പദ്ധതി എന്താണ് പറയുന്നത്? കാഴ്ച പരിമിതർക്കുള്ള സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഓർത്ത് വെച്ചേക്കണം. ഇനി ആരാണ് നടപ്പാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സാക്ഷരതാ മിഷനും തദ്ദേശ സ്ഥാപനവും ചേർന്നിട്ടാണ്. ആരൊക്കെയാണ്? സംസ്ഥാന സാക്ഷരതാ മിഷനും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നിട്ടാണ്. ഇനി ആദ്യത്തെ പഠന കേന്ദ്രം, അതായത് ഈ ദീപ്തി പദ്ധതി പ്രകാരമുള്ള ആദ്യത്തെ പഠന കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ വെച്ചിട്ടാണ് കേട്ടോ. ആദ്യത്തെ പഠന കേന്ദ്രം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ്. എന്താണ് പറയുന്നത്? 40% കാഴ്ച പരിമിതിയുള്ള 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എന്ത്? പഠിതാക്കള്. അപ്പൊ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള 40% കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? ദീപ്തി പദ്ധതിക്ക് അപേക്ഷിക്കാം. 160 മണിക്കൂറാണ് പഠന സഹായം. സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണെന്നും കൊടുത്തിട്ടുണ്ട്. ആരാണ്? AG ഒലീനയാണ്. ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ കേരള സാക്ഷരതാ മിഷനും പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ചേർന്നിട്ടാണ്. ആദ്യമായിട്ടുള്ള പഠന കേന്ദ്രം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ്. 15 വയസ്സിന് മുകളിലുള്ള 40%-ലധികം കാഴ്ച പരിമിതി ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാം. 160 മണിക്കൂറുള്ള പഠനമാണ് നടപ്പാക്കുന്നത്. സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണെന്ന് കൂടി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ആരാണത്? AG ഒലീനയാണ് കേട്ടോ. ആരാണ്? AG ഒലീന. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ പദ്ധതി മറന്നു പോകല്ലേ. ഫസ്റ്റ് പദ്ധതി ഏതാണ്? ദീപ്തി. ഓക്കെ ആണേ. പദ്ധതി കാഴ്ച പരിമിതർക്കുള്ള പദ്ധതിയാണ്. നെക്സ്റ്റ് പദ്ധതി നോക്കിയേ, സേഫ് കേരള. പദ്ധതിയുടെ പേരെന്താണ്? സേഫ് കേരള. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ നിയമലംഘനങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി തടയുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. മറ്റേ നമ്മുടെ AI ക്യാമറ ഇല്ലേ? AI ക്യാമറ സ്ഥാപിച്ച പദ്ധതിയാണ് ഇത് സേഫ് കേരള പദ്ധതി കേട്ടോ. സേഫ് കേരള പദ്ധതി ചുമതല വഹിക്കുന്നത് ആരാണ്? അതായത് ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട മെയിന്റനൻസ് ചുമതല വഹിക്കുന്നത് കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനമാണ് കേട്ടോ. ഈ സ്ഥാപനമാണ് കെൽട്രോൺ ആണ്. അപ്പൊ എന്താണ് പദ്ധതി? രണ്ടാമത്തത് സേഫ് കേരളയാണല്ലേ. സേഫ് കേരള പദ്ധതി എന്താണ് പറയുന്നത്? വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമ ലംഘനങ്ങളെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എന്ത് ചെയ്യുക? തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത് സേഫ് കേരള. സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ AI ക്യാമറ കൊണ്ടുവച്ചിരിക്കുന്ന പദ്ധതിയാണ് ഇത് സേഫ് കേരള പദ്ധതി കേട്ടോ. അതിന്റെ മെയിന്റനൻസ് ചുമതല വഹിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണത്? കെൽട്രോൺ ആണ്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അല്ലെ. കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഏത്? സേഫ് കേരള പദ്ധതി. നേരത്തെ പറഞ്ഞ ദീപ്തി പദ്ധതി ആണെങ്കിലോ അത് സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് അല്ലെ. സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ്. അടുത്ത നോക്കാം, മൂന്നാമത്തെ പദ്ധതി സ്നേഹഹസ്തം. പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹഹസ്തം. ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് ഇത് സ്നേഹഹസ്തം പദ്ധതി. അപ്പൊ സ്നേഹഹസ്തം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണെന്ന് വെച്ചാൽ ആരാണ്? ആദിവാസികളാണ് അല്ലെ. ആദിവാസികളാണ്. അപ്പൊ ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് സ്നേഹഹസ്തം പദ്ധതി. അതിന്റെ പ്രാഥമിക ഘട്ടത്തില് 30 ആദിവാസി ഊരുകളിലെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആകെ മൊത്തം എത്രയാണെന്ന് വെച്ചാൽ 100 കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യുക? ഈ പദ്ധതി പ്രകാരം ആരോഗ്യ സേവനം നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എന്നാൽ പ്രാഥമിക ഘട്ടത്തിൽ 30 കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ 30 ഊരുകളിൽ എന്ത് ചെയ്തു?
സ്നേഹഹസ്തം പ്രോജക്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നിലവിൽ വന്നത് 2024 ജനുവരി 31. എന്നാണ് നിലവിൽ വന്നത്? 2024 ജനുവരി 31. ഫസ്റ്റ് പ്രോജക്റ്റ് ഏതാണ്? ദീപ്തി പറഞ്ഞു ഇല്ലേ? ഫസ്റ്റ് പ്രോജക്റ്റ് ഏതാണ്? ദീപ്തി, കാഴ്ച പരിമിതർക്കുള്ള പദ്ധതിയാണ്. രണ്ടാമത് പറഞ്ഞ സേഫ് കേരള പദ്ധതിയാണ് അല്ലെ? അത് AI ക്യാമറയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ്. മൂന്നാമത് പറഞ്ഞത് ഏതാണ്? സ്നേഹഹസ്തം. സ്നേഹഹസ്തം അതാരുമായി ബന്ധപ്പെട്ടാണ്? ആദിവാസി മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് ഇത്, സ്നേഹഹസ്തം പദ്ധതി. ഓക്കെ ആണേ. അടുത്തതിലേക്ക് പോകാം. കെയർ. അടുത്ത പദ്ധതി ഏതാണ്? കെയർ. KARE ആണ് കേട്ടോ. KARE. കെയർ. C അല്ല കേട്ടോ. കെയർ. കേരള യുണൈറ്റഡ് റെയർ ഡിസീസ് എന്നാണ് പദ്ധതിയുടെ പേര് കേട്ടോ. കേരള യുണൈറ്റഡ് റെയർ ഡിസീസ് പദ്ധതി പ്രകാരം ഒരു രോഗിക്ക് 50 ലക്ഷം രൂപ വരെ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഏത്? കെയർ എന്ന് പറയുന്ന പദ്ധതി. അപൂർവ രോഗ പരിചരണത്തിനായിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഏത്? കെയർ. എന്താണ്? കേരള യുണൈറ്റഡ് ഫോർ റെയർ ഡിസീസസ് ആണ് കേട്ടോ കെയർ പദ്ധതി. എന്താണ് പറയുന്നത്? അപൂർവ രോഗ പരിചരണത്തിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഇത്, കെയർ പദ്ധതി. അപൂർവ രോഗങ്ങളുള്ളവർക്ക് 50 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്, കെയർ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പ്രവർത്തിക്കുന്നത് SAT ഹോസ്പിറ്റലാണ് കേട്ടോ. അപൂർവ രോഗങ്ങളുടെ സെന്റർ ഓഫ് എക്സലൻസ് എന്നറിയപ്പെടുന്നത് SAT ഹോസ്പിറ്റൽ ആണ്. എവിടെയാണത്? തിരുവനന്തപുരമാണ്. അപ്പൊ ഇത്രയും ഫാക്ട്സ് എന്ത് ചെയ്തിരിക്കണം? ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. അപൂർവ രോഗ പരിചരണത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കെയർ. നെക്സ്റ്റ് വൺ എന്താണ്? കേരള യുണൈറ്റഡ് റെയർ ഡിസീസ് എന്നാണ് പദ്ധതി. 50 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. അപൂർവ രോഗങ്ങളുടെ സെന്റർ ഓഫ് എക്സലൻസ് എന്നറിയപ്പെടുന്നത് ഏത് ഹോസ്പിറ്റലാണ്? അത് SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരമാണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ 4 പദ്ധതികൾ. നെക്സ്റ്റ് വൺ ഈസ് യുവിക പദ്ധതി. 5ാമത്തെ പദ്ധതി ഏതാണ്? യുവിക പദ്ധതിയാണ്. യുവിക പദ്ധതി എന്താണ് പറയുന്നത്? യുവ വിജ്ഞാൻ കാര്യക്രം എന്നാണ് യുവിക പദ്ധതിയുടെ പൂർണ്ണരൂപം. എന്താണ്? യുവ വിജ്ഞാൻ കാര്യക്രം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ISRO നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്, യുവിക പദ്ധതിയിൽ. എന്താണ് ലക്ഷ്യം? ബഹിരാകാശ ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന അറിവ് കുട്ടികൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ISRO അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്, യുവ വിജ്ഞാൻ കാര്യക്രം. 9th സ്റ്റാൻഡേർഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ISRO ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. പ്രായോഗിക തലങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ISRO അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്, യുവിക പദ്ധതി. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രോജക്ട്സ് എല്ലാം ഓർക്കണം. ഫസ്റ്റ് പറഞ്ഞത് ഏതാണ്? ഞാൻ വീണ്ടും പറയുന്നത് പ്രോജക്ട്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ദീപ്തി ആണെങ്കിൽ എന്താണ്? കാഴ്ച പരിമിതർക്കുള്ള പദ്ധതിയാണ് അല്ലേ. നെക്സ്റ്റ് പറഞ്ഞ സേഫ് കേരള അറിയാം നിങ്ങൾക്ക്. കെയർ പദ്ധതി പറഞ്ഞു. സ്നേഹഹസ്തം വെരി ഇമ്പോർട്ടന്റ് ആണ് ഇത്, സ്നേഹഹസ്തം പദ്ധതി കേട്ടോ. സ്നേഹഹസ്തം അത്ര ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഏതാണ്? യുവിക പദ്ധതിയാണ്. യുവിക പദ്ധതി ISRO നടപ്പാക്കുന്ന പദ്ധതിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹാറ്റ്സ്, ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. പദ്ധതിയുടെ പേരെന്താണ്? ഹാറ്റ്സ് എന്നാണ് അല്ലെ. ഹാറ്റ്സ് ജോലി സംബന്ധമായും വ്യക്തിപരമായും കേരള പോലീസിനുണ്ടാകുന്ന മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത്, ഹാറ്റ്സ് കേട്ടോ. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്, ഹാറ്റ്സ് കേട്ടോ. ഇതൊരു കൗൺസിലിംഗ് പദ്ധതിയാണ് കേട്ടോ. ഹാറ്റ്സ് എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് പദ്ധതിയാണ് കേട്ടോ. ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. അപ്പൊ ഹാറ്റ്സ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വെച്ചാൽ എന്താണ്? നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ഒരു കൗൺസിലിംഗ് പദ്ധതിയാണ് എന്ത്? ഹാറ്റ്സ്. ഓക്കെ. പൂർണ്ണരൂപം എന്താണ്? ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? പ്രതിഭ പോഷൻ. പദ്ധതിയുടെ പേരെന്താണ്? പ്രതിഭ പോഷൻ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേതൃത്വ പരിശീലനം നൽകാൻ സംസ്ഥാന വനിതാ വികസന വകുപ്പ് അവതരിപ്പിച്ച പദ്ധതിയാണ് ഏത്? പ്രതിഭ പോഷൻ പദ്ധതി കേട്ടോ. അതായത് ഡിഗ്രി കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എന്താണ്, വനിതകൾക്ക് ഒരു എന്താ പറയുന്ന നേതൃത്വ പരിശീലനം ഒക്കെ നൽകുന്നതിന് വേണ്ടി അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്, പ്രതിഭ പോഷൻ പദ്ധതി. പ്രതിഭ പോഷൻ പദ്ധതി ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരാണത്? വനിതാ വികസന വകുപ്പാണ് അല്ലെ. സംസ്ഥാന വനിതാ വികസന വകുപ്പാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേട്ടോ, KSWDC ആണ് കേട്ടോ. 100 മണിക്കൂർ പരിശീലനമാണ് ഇതിലൂടെ നൽകുന്നത്, പ്രതിഭ പോഷൻ.
പ്രതിഭാ പോഷൺ പദ്ധതി. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് പദ്ധതികളൊക്കെ ഓർത്ത് വെച്ചേക്കണം. ദീപ്തി ഓർക്കണം, സ്നേഹഹസ്തം ഓർക്കണം, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ യുവിക ഓർക്കണം. ഹാറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, പ്രതിഭാ പോഷൺ ഇമ്പോർട്ടന്റ് ആണ്. പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടി നേതൃത്വ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഏത്? പ്രതിഭാ പോഷൺ പദ്ധതി. പ്രതിഭാ പോഷൺ പദ്ധതി 100 മണിക്കൂർ പരിശീലനമാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾക്ക് നൽകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് PM-ശ്രീ. നമുക്ക് കുറച്ച് കേന്ദ്ര പദ്ധതികൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേന്ദ്ര പദ്ധതികളെല്ലാം കൂടി, അതായത് ഒരുപാട് കേന്ദ്ര പദ്ധതികളുണ്ട്. ഇപ്പൊ എന്താ ഡിഗ്രി ലെവലിലൊക്കെ കേന്ദ്ര പദ്ധതികൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കേന്ദ്ര പദ്ധതികളെ കുറച്ചൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കേന്ദ്ര പദ്ധതികൾ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് പഠിക്കണം കേട്ടോ. ഇത് നോക്കണേ. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അതാണ് PM-ശ്രീയുടെ പൂർണ്ണ രൂപം. എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ശ്രീ ഇങ്ങനെ കേട്ടോ. PM-ശ്രീ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് എന്ത്? PM-ശ്രീ. അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി എന്ത് ചെയ്യുന്നു? സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളുടെ, ഗവൺമെന്റ് വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടല്ലോ, നമുക്കറിയാം. കസ്തൂരി രംഗൻ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയം. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2020 ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നതനുസരിച്ച് എന്താണ്? വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തണം, വേണ്ടേ? അപ്പം അതിനുവേണ്ടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏത് പദ്ധതി? PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതി പ്രകാരം 60% കേന്ദ്രം നൽകും. ഇതിന് വരുന്ന ചെലവിന്റെ 60% ആര് നൽകും? കേന്ദ്രം നൽകും. ബാക്കി 40% ആരെടുക്കണം? സംസ്ഥാനം എടുക്കണം. ഓക്കെ. അപ്പൊ സ്കൂളുകളുടെ വികസനത്തിനായിട്ട് 60% കേന്ദ്രം നൽകുന്നു, 40% ആരെടുക്കണം? സംസ്ഥാനം എടുക്കണം. ഇതാണ് പറയുന്നത്. ഇനി ഇതിന്റെ സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ സമഗ്രമായ വികസനം നടക്കും. 2026-27 വരെയുള്ള 5 വർഷങ്ങളിലായിട്ട് സ്പോർട്സ്, ICT, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജിയില്, ആർട്സ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഗണിതം, പിന്നെന്താണ്, സംഗീതം, നൃത്തം എന്നീ മേഖലയ്ക്കൊക്കെ പ്രാധാന്യം നൽകുന്നു. അവയ്ക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ ഇപ്പം ICT നമുക്കറിയാം, ഇത്ര സിസ്റ്റംസ് വേണം അല്ലേ? കമ്പ്യൂട്ടറൊക്കെ വേണം കുട്ടികൾക്ക് പഠിക്കാൻ. അതിന് വേണ്ടുന്ന സംവിധാനം. സ്പോർട്സ് മെച്ചപ്പെടുത്തണമെങ്കിൽ അതിന് വേണ്ട ഗ്രൗണ്ട്, അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ വേണം, അത് മെച്ചപ്പെടുത്തണം. പിന്നെ നമ്മുടെ പ്രാഥമിക സ്കൂളിലെ, അതായത് LP UP വിദ്യാർത്ഥികൾക്ക്, അതായത് LKG UKG വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്? PM-ശ്രീ കേട്ടോ. മാത്രമല്ല കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂളിനെ ഹരിത വിദ്യാലയങ്ങളാക്കി ഉയർത്തുന്നു. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഏത് പദ്ധതി വരുന്നത്? PM-ശ്രീ വരുന്നത്. PM-ശ്രീയുടെ ബേസ് എന്താണെന്ന് വെച്ചാൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയമാണ് കേട്ടോ PM-ശ്രീയുടെ അടിസ്ഥാനം. പിന്നെ അതിനകത്ത് 60% കേന്ദ്രവും 40% സംസ്ഥാനവും എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ PM-ശ്രീ പദ്ധതി എന്താണ്? കേരളത്തിനും ലഭിക്കുന്നതാണ്. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ്? കേരളം പാടെ എതിർക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്? പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല? PM-ശ്രീയെ കേരളം അങ്ങോട്ട് എന്ത് ചെയ്യുന്ന? അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ നയം എതിർക്കുന്നതിനാൽ അവരും എന്ത് ചെയ്യുന്നില്ല? ഇതിന്റെ ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് കൊടുക്കാനായിട്ടൊരു ചെറിയൊരു തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതി സ്കൂളുമായി ബന്ധപ്പെട്ടാണ്, സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം. ഡീറ്റെയിൽസ് പഠിക്കണേ. നെക്സ്റ്റ് വൺ ഈ സ്വാശ്രയം. സ്വാശ്രയം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സഹായ പദ്ധതിയാണ് ഏത്? സ്വാശ്രയ. എന്താണ് പദ്ധതി? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആർക്ക്? ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് സ്വാശ്രയ. അവതരിപ്പിച്ചത് ആരാണ്? സാമൂഹ്യനീതി വകുപ്പാണ് കേട്ടോ. 50%-ലധികം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കാണ് എന്ത് ലഭിക്കുന്നത്? സ്വാശ്രയ പദ്ധതി പ്രകാരം എന്ത്? സ്വയം തൊഴിൽ സഹായം ലഭിക്കുന്നു. ഓക്കെ ആണല്ലോ. അതാരാണ് അവതരിപ്പിച്ചതെന്ന് ഓർത്ത് വെച്ചേക്കണം? സാമൂഹിക നീതി വകുപ്പ്. അടുത്താണ് നാശ് മുക്ത് ഭാരത്. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം മയക്കുമരുന്ന് ദ്രുതവേഗം
തടയുന്നതിനും ബോധവൽക്കരണത്തിനായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള നല്ല പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യവ്യാപകമായി നടപ്പാക്കിയ ചികിത്സാ പുനരധിവാസ കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഇത് നാശമുക്ത് ഭാരത്. ഇത്രയേ ഉള്ളൂ സിമ്പിളി. നാശമുക്ത് ഭാരത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഇത് നാശമുക്ത് ഭാരത് എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ കോളേജുകളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പൊ മെഡിക്കൽ കോളേജുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നാശമുക്ത് ഭാരത് എന്ന് പറയുന്ന പ്രോജക്റ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി ഉപയോഗം കുറയ്ക്കുക, അതായത് വിദ്യാലയങ്ങളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത് നാശമുക്ത് ഭാരത്. നെക്സ്റ്റ് വൺ വിദ്യാജ്യോതി കേട്ടോ. വിദ്യാജ്യോതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. 40% അംഗപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാനായിട്ട് എന്താണ് സാമൂഹ്യനീതി വകുപ്പ് സഹായം നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് വിദ്യാജ്യോതി. വിദ്യാജ്യോതി ആരാണ് അതിന്റെ ഉപഭോക്താക്കള്? 40%-ലധികം അംഗവൈകല്യമുള്ളവരാണ് അംഗവൈകല്യമുള്ള BPL കാറ്റഗറിയിൽ പെട്ടവരാണ് ഈ വിദ്യാജ്യോതി പദ്ധതിയുടെ ഉപഭോക്താക്കള്. 9ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വ്യക്തികൾക്കാണ് എന്ത് ലഭിക്കുന്നത്, വിദ്യാജ്യോതി പ്രകാരം പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള ധനസഹായം ലഭിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈ ഷീ ബോക്സ് കേട്ടോ. ഷീ ബോക്സ് സെക്ഷൽ ഹറാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ്, ഇങ്ങനെയാണ് പൂർണ്ണരൂപം. സെക്ഷൽ ഹറാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ് കേട്ടോ. സെക്ഷൽ ഹറാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ് ആണ് ഷീ ബോക്സ്. തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ റിപ്പോർട്ട് ചെയ്യാനായി കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് അവതരിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോം ആണ് ഷീ ബോക്സ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഷീ ബോക്സ്. തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ലെന്ന് എനിക്കറിയാം. ഷീ ബോക്സ് ഓർത്തിരിക്കും. എന്നാൽ ഇത് ആരാണ് അവതരിപ്പിച്ചതെന്ന് ഓർത്ത് വെച്ചേക്കണം. ആരാണ്? വനിതാ ശിശുക്ഷേമ വകുപ്പാണ് കേട്ടോ. വനിതകൾക്ക് വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ഷീ ബോക്സ് അവതരിപ്പിച്ചത്. പിന്നെ ഇതിന്റെ പൂർണ്ണ രൂപം ഓർത്ത് വെച്ചേക്കണം. സെക്ഷൽ ഹറാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഓക്കെ. 2024 ഓഗസ്റ്റ് 29-നാണ് ഇത് നിലവിൽ വരുന്നത്. ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ വരുന്നതെന്ന് അറിയാമോ? ദ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്, അതായത് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013. 2013 എന്താണ് തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണത്തിനെതിരെയുള്ള നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷീ ബോക്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. ആയുഷ്മാൻ ഭവ നോക്കാം. ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിനായിട്ട് സംസ്ഥാന ഹോമിയോ വകുപ്പ് അവതരിപ്പിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ അല്ലേ. സംസ്ഥാന ഹോമിയോ വകുപ്പിന് ഒരുപാട് പദ്ധതികൾ നമുക്കറിയാം. സീതായനം എന്നൊരു പദ്ധതിയുണ്ട് ഹോമിയോ വകുപ്പിന്റെ. എപ്പോഴും PSC ചോദിക്കുന്നവരാണ് അല്ലെ. വനിതകൾക്ക് വേണ്ടിയുള്ള ഹോമിയോ വകുപ്പിന്റെ പദ്ധതിയാണ് സീതായനം എന്ന് പറയുന്ന പദ്ധതി. ഇതെന്താണ് ഹോമിയോ വകുപ്പിന്റെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള കൊളസ്ട്രോള് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിനായിട്ട് ഹോമിയോ വകുപ്പ് അവതരിപ്പിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. നെക്സ്റ്റ് വൺ ഈസ് മേഘദൂത്. എന്താണ് മേഘദൂത് പറയുന്നത്? അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന റെയിൽവേയുടെ കുടിവെള്ള പദ്ധതിയാണ് മേഘദൂത് കേട്ടോ. അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന റെയിൽവേയുടെ പദ്ധതിയാണ് മേഘദൂത്. ഇച്ചിരി പഴയ പദ്ധതിയാണ് കേട്ടോ. പക്ഷെ ഒന്ന് ആക്റ്റീവ് ആയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സ്നേഹിത. അതിക്രമങ്ങൾക്കിരയാകുന്ന അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത കേട്ടോ. ഇതെല്ലാം പ്രോജക്റ്റ് ഇമ്പോർട്ടന്റ്, ഓരോന്നിനും എഴുതേണ്ട ആവശ്യമില്ല. എല്ലാ പ്രോജക്റ്റും എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായവും പിന്തുണയും നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. ഹെൽപ്പ് ഡെസ്ക് ആണ് കേട്ടോ.
നെക്സ്റ്റ് വൺ ഈസ് PM യുവ 2.0. PM യുവ യുവാക്കളെ സംരംഭകരാക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്രം അവതരിപ്പിച്ച പദ്ധതിയാണ് ഏത്? PM യുവ ട്ടോ. പ്രധാനമന്ത്രി യുവ ഉദ്യമിത വികാസ് അഭിയാൻ കേട്ടോ. പ്രധാനമന്ത്രി യുവ ഉദ്യമിത വികാസ് അഭിയാനാണ് യുവ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം. എന്റെ തീം എന്താ വെച്ചാൽ ഡെമോക്രസി എന്നാണ് അതിന്റെ തീം. PM യുവ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് വെച്ചാൽ യുവാക്കളിലെ സംരംഭകരെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ സംരംഭകരാക്കാനുള്ള ലക്ഷ്യവുമായിട്ട് അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത് PM യുവ. നമ്മളിപ്പോ കേന്ദ്ര പദ്ധതികൾ രണ്ടു നമ്മൾ പഠിച്ചു ഇല്ലേ? PM ശ്രീ ഒക്കെ പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ബാലകേരളം. വെരി സിമ്പിൾ ആണ്. കുട്ടികളിലെ ശാസ്ത്രബോധം ഉണ്ടാക്കാനായിട്ട്, അല്ലെ കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്താനായിട്ട് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇത് ബാലകേരളം. പദ്ധതിയുടെ പേരെന്താണ്? ബാലകേരളം. നെക്സ്റ്റ് വൺ ഈസ് കരുതൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ. അടിയന്തര സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരാലംബരായ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് കരുതല്. അതായത് അടിയന്തര സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരാലംബരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് കരുതല്. കരുതൽ പദ്ധതി അപ്പൊ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ജില്ലയ്ക്ക് 1 ലക്ഷം രൂപ എന്ന തോതിൽ 14 ലക്ഷം രൂപയാണ് ഈ കരുതൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നീക്കിവെച്ചിരിക്കുന്നത്. കേരളത്തിൽ സർക്കാർ അതടുത്ത പദ്ധതിയാണ് അല്ലേ. നെക്സ്റ്റ് ഇത്രയും നോക്കിയേ. കരുതൽ പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ്? നിരാലംബരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കേട്ടോ. നിരാലംബരായിട്ടുള്ള, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിനൊക്കെ ഇരയായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത് കരുതല്. ഈ പദ്ധതി പ്രകാരം കേരളത്തിൽ ഒരു ജില്ലക്ക് 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മാറ്റിവെച്ചിരിക്കുന്നത്. മൊത്തം 14 ജില്ലകൾക്കായി 14 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പദ്ധതിയാണ് ജീവാനന്ദം. ജീവാനന്ദം പദ്ധതി എന്താണ്? വളരെയധികം എന്താണ് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ജീവാനന്ദം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അതായത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് അവർ വിരമിക്കുമ്പോൾ അവർക്ക് എന്താണ് ഒരു നിശ്ചിത തുക, പെൻഷൻ കൊടുക്കത്തില്ല, അതേപോലെ തന്നെയുള്ള ഒരു നിശ്ചിത തുക കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഇത് ജീവാനന്ദം. ഇതുവരെ പറഞ്ഞ പദ്ധതികൾ ഓർക്കണം. ദീപ്തി ഓർത്തിരിക്കണം. സ്നേഹഹസ്തം നമ്മൾ പഠിച്ചു, വെരി ഇമ്പോർട്ടന്റ് ആണ്. കെയർ, യുവിക, ഹാറ്റ്സ്, പ്രതിഭ പോഷൻ, PM ശ്രീ, സ്വാശ്രയ, നാശമുക്ത് ഭാരത്, വിദ്യാജ്യോതി, ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ആയുഷ്മാൻ ഭവ, മേഘദൂത് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്നേഹിത പദ്ധതി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. കരുതൽ ഇമ്പോർട്ടന്റ് ആണ്. കരുതൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് നമ്മളിപ്പോ കരുതേണ്ടതാണ് അല്ലെ. കരുതൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് മേരി സഹേലി. ജീവാനന്ദം പറഞ്ഞു അല്ലേ. ഇന്ത്യൻ റെയിൽവേ വനിതാ യാത്രക്കാർക്ക് സഹായവും സുരക്ഷയും നൽകുന്ന പദ്ധതിയാണ് ഇത് മേരി സഹേലി എന്നത് അല്ലെ. ഇന്ത്യൻ റെയിൽവേ വനിതാ യാത്രക്കാർക്ക് സഹായവും സുരക്ഷയും ഉറപ്പാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് മേരി സഹേലി. പദ്ധതിയുടെ പേരെന്താണ്? മേരി സഹേലി. നെക്സ്റ്റ് വൺ ഈസ് കവചം. നോക്കി, കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത് കവചം കേട്ടോ. പദ്ധതി ഏതാണ്? കവചം. കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇല്ലേ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഏത് കവചം. കടലേറ്റം, തീവ്രമഴ, കാറ്റ്, ചൂട് എന്നിങ്ങനെ ഉണ്ടാകുന്ന അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിന്റെ നിറങ്ങൾ പ്രകാശിപ്പിച്ച് വ്യത്യസ്ത ശബ്ദങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഇത് ഈ കവചം എന്ന് പറയുന്ന സംവിധാനം. ഈ ഒരു എക്യുപ്മെന്റിനകത്ത് എന്താണ് വിവിധ നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓറഞ്ച്, യെല്ലോ, റെഡ് അങ്ങനെ ഓരോ നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആര് നിർദ്ദേശം തരും? ഈ ഒരു മിഷൻ നിർദ്ദേശം തരും. ഈ സംവിധാനമാണ് എന്ത് കവച്. Next one is PM Kusum. പദ്ധതിയുടെ പേര് PM Kusum. PM കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്തൻ എന്നാണ് എന്ത്? PM കുസുവിന്റെ പൂർണ്ണ രൂപം പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം
ഉത്തൻ മഹാഭിയാൻ എന്നാണ് എന്ത് PM കുസും എന്ന കേന്ദ്ര പദ്ധതിയുടെ പൂർണ്ണരൂപം പഠിക്കണം. PM കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്തൻ മഹാഭിയാൻ. കർഷകർക്ക് ജലസേചനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? PM കുസും കേട്ടോ. ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ജലസേചനവുമായി ബന്ധപ്പെട്ട് സോളാർ പമ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത്? PM കുസും എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. എന്താണ് പൂർണ്ണരൂപം? PM കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്തൻ മഹാഭിയാൻ എന്നാണ്. കർഷകർക്ക് ജലസേചനവുമായി ബന്ധപ്പെട്ട് സോളാർ പമ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത്? PM കുസും. കേന്ദ്ര പദ്ധതിയാണ്. ഓർത്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് വൺ ഈസ് പുനർഗേഹം. എന്താണ് പുനർഗേഹം? പുതിയ വീട് എന്നുള്ള രീതിയിലാണ് അല്ലെ, പുതിയ ഗ്രഹം എന്നൊക്കെ രീതിയിലാണ് അല്ലെ. കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് തകർന്നു പോയവരെ, വീട് നഷ്ടപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? പുനർഗേഹം. അതായത് കടലാക്രമണം, കടലേറ്റമൊക്കെ കാരണം കടൽ തീരവാസികളുടെ വീടുകളും അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ അവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഫിഷറീസ് വകുപ്പ് അവതരിപ്പിച്ച പദ്ധതിയാണ് ഏത്? പുനർഗേഹം. PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണ്? പ്രീവിയസ് ആണ് കേട്ടോ, പ്രീവിയസ് ആണ്. നെക്സ്റ്റ് കളിത്തട്ട്. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചരണത്തിനായിട്ട് എന്താണ് കായിക വകുപ്പ് അവതരിപ്പിച്ചതാണ് ഏത്? കളിത്തട്ട് കേട്ടോ, കളിത്തട്ട്. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചരണത്തിനായിട്ട് കായിക വകുപ്പ് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഏത്? കളിത്തട്ട്. അടുത്താണ് ഹോപ്പ്. ഇമ്പോർട്ടന്റ് പദ്ധതിയാണ് കേട്ടോ. പോലീസിന്റെ സഹായത്തോടെ പഠനം വഴിയിൽ, അതായത് പഠനം മുടങ്ങിപ്പോയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് പ്രാപ്തരാക്കാൻ അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഹോപ്പ്. പ്രതീക്ഷ എന്നാണ് അല്ലെ അർത്ഥം. കേരള പോലീസിന്റെ സഹായത്തോടുള്ള ഒരു പദ്ധതിയാണ് ഏത്? ഹോപ്പ്. അതായത് ഇപ്പൊ എന്താണ്, വിദ്യാഭ്യാസത്തില് വീട്ടിലെ സാഹചര്യം കൊണ്ടോ അല്ലെ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ എന്താണ് പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയി, പിന്നീട് അത് തുടരണം എന്ന ആഗ്രഹമുള്ളവരെ കണ്ടെത്തി എന്ത് ചെയ്യുക, അവർക്ക് എന്താണ് തുടർ പഠനത്തിന് വഴിയൊരുക്കാനായിട്ട് അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്. ഹോപ്പാണ്. സഹായം ആരുടേതാണ്? കേരള പോലീസിന്റേതാണ് കേട്ടോ, കേരള പോലീസിന്റേത്. നെക്സ്റ്റ് വൺ ഈ സ്മാർട്ട് PDS. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുവിതരണ സംവിധാനത്തിൽ പരിഷ്കരണം കൊണ്ടുവരാനുള്ള കേന്ദ്ര പദ്ധതിയാണ് ഇത്. സ്മാർട്ട് PDS. അതായത് എന്താണ്, വളരെയധികം കൃഷി രാജ്യത്തുണ്ടെങ്കിൽ പോലും നല്ലൊരു വിതരണ സംവിധാനം, ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എവിടെയില്ല? നമ്മുടെ രാജ്യത്തില്ല കേട്ടോ. പക്ഷെ കേരള സംസ്ഥാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര വലിയ കൃഷിയും കാർഷിക മേഖലയിൽ വലിയ പുരോഗതിയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആർക്കുണ്ട്? കേരള ഗവൺമെന്റിനുണ്ട് കേട്ടോ. അതായത് പൊതുമേഖലയിൽ തന്നെ നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സപ്ലൈകോ, നീതി സ്റ്റോർ, നന്മ സ്റ്റോർ, അങ്ങനെ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരുപാട് പൊതുവിതരണ കേന്ദ്രങ്ങളുണ്ട് അല്ലെ, റേഷൻ ഷോപ്പ് അല്ലാതെ തന്നെ. അപ്പം എന്താണ്, നല്ല ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം ആർക്കൂട്ട്? നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിന് എന്തില്ല? അത്രയും വലിയൊരു പൊതുവിതരണ സംവിധാനം ഇല്ല. അപ്പം അതിനുവേണ്ടി പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്രം അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇത്. സ്മാർട്ട് PDS. എന്താണ് പദ്ധതിയുടെ പൂർണ്ണരൂപം? നോക്കിയേ. സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പൊതുവിതരണ സംവിധാനത്തിൽ പരിഷ്കരണം കൊണ്ടുവരാനുള്ള കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട്. എന്താണ്? കീ ഫോർ മോഡേണൈസേഷൻ ആൻഡ് റിഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് കേട്ടോ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഊർജ്ജമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേന്ദ്ര പദ്ധതിയാണ് ഏത്? സ്മാർട്ട് PDS. സേ നോ ടു സിന്തറ്റിക് കളേഴ്സ്. ഇതൊരു പദ്ധതിയാണ് കേട്ടോ, ഭക്ഷ്യവകുപ്പിന്റെ പദ്ധതിയാണ് ഇത്. സേ നോ ടു സിന്തറ്റിക് കളേഴ്സ്. എന്താണ്? അതായത് ക്യാൻസറിനടക്കം കാരണമാകുന്ന കൃത്രിമ നിറങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഭക്ഷ്യവകുപ്പ് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഏത്? സേ നോ ടു സിന്തറ്റിക് കളേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണേ, ഇപ്പൊ കേക്ക് ഇല്ലേ, നമുക്ക് എന്താണ് ഒരു ബർത്ത്ഡേ കേക്ക് വേണം, എന്താണ് ഏത് നിറത്തിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ഇല്ലേ, പച്ച, നീല, മഞ്ഞ, അങ്ങനെ ഏത് നിറത്തിൽ വേണമെങ്കിലും എന്ത് അവൈലബിൾ ആണ്? കേക്ക് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. ഇതിനകത്തൊക്കെ എന്താണ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. കേക്കിൽ മാത്രമല്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കേക്ക് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് നിറങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം എന്താണ്, അപ്പം അങ്ങനെയുള്ള എന്താണ് കളേഴ്സ്, അതായത് സിന്തറ്റിക് കളേഴ്സിന്റെ ഉപയോഗം എന്താണ്, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അവയുടെ ഉപയോഗം എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. അതിനുവേണ്ടി കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഏത്? സേ നോ ടു സിന്തറ്റിക് കളേഴ്സ്.
അടുത്ത നോക്കിയേ, എന്നിടം പദ്ധതിയുടെ പേരെന്താണ്? എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? എന്നിടം. ആരുടേതാണ്? കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി ADSകളെ, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ADS കേട്ടോ. ADS മീൻസ് എന്താണ്? ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഇത്. നെക്സ്റ്റ് വൺ ഈസ് ഹൃദയം. ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്. ഹൃദയം പദ്ധതി കേട്ടോ. എന്താണ് പറയുന്നത്? ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ഏത്? ഹൃദയം എന്ന് പറയുന്ന പദ്ധതി. ഇത് സ്പ്ലാഷ് ആണ് അല്ലേ? സ്പ്ലാഷ് അല്ല, സ്പ്ലാഷ് ആണ് കേട്ടോ. സ്പ്ലാഷ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്. സ്പ്ലാഷ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ എന്ത് വേണം? നീന്തൽ പരിശീലനം കൂടി നൽകണം എന്ന പദ്ധതിയാണ് ഏത്? സ്പ്ലാഷ് എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. സ്പ്ലാഷ്. കായികവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ കേരളം ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കിക്ക് എന്ന് പറയുന്ന ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദ്ധതി, അങ്ങനെ ഒത്തിരി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തൊരു ഇമ്പോർട്ടന്റ് പദ്ധതിയാണ് ഏത്? സ്പ്ലാഷ്. നെക്സ്റ്റ് വൺ ഈസ് ശുചിത്വോത്സവം 2.0 കേട്ടോ. ഏതാണ്? ശുചിത്വോത്സവം 2.0. കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് ശുചിത്വം എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്. ശുചിത്വോത്സവം 2.0. ആരിലൂടെയാണ്? കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് ശുചിത്വം അല്ലെങ്കിൽ വൃത്തി, ഹൈജീനിക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്. ശുചിത്വോത്സവം 2.0. നെക്സ്റ്റ് വൺ ഈസ് പ്രവാഹ്. എന്താണ് പ്രവാഹ്? RBIയുടെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഒരു പോർട്ടലാണ് ഇത്. പ്രവാഹ് കേട്ടോ. RBIയുടെ അനുമതികൾ വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഒരു പോർട്ടലാണ് ഇത്. പ്രവാഹ്. പോർട്ടലിന്റെ പേരെന്താണ്? പ്രവാഹ്. നെക്സ്റ്റ് വൺ ഈസ് ഹെൽത്തി കിഡ്സ്. എന്താണ് ഹെൽത്തി കിഡ്സ്? LP സ്കൂളിലെ വിദ്യാർത്ഥികളെ, അതായത് ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കായികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്. ഹെൽത്തി കിഡ്സ് കേട്ടോ. LP സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. ഉപഭോക്താക്കള് 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളവരാണ് കേട്ടോ. അപ്പം എന്താണ് ഹെൽത്തി കിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് LP സ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. നെക്സ്റ്റ് വൺ ഈസ് നവോത്ഥാൻ. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് ഇത്. നവോത്ഥാൻ. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റി ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നാണ് നവോത്ഥാന്റെ പൂർണ്ണരൂപം. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമികൾ കൃഷി ഇറക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. നവോത്ഥാൻ. നെക്സ്റ്റ് വൺ ഈസ് അസ്മിത കേട്ടോ. അസ്മിത അല്ല, അശ്മിത. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങള് ഇന്ത്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഇത്. അസ്മിത പദ്ധതി. ഒരു വർഷം 1000 പുസ്തകമൊക്കെ എന്ത് ചെയ്യുക? ഇന്ത്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്. അസ്മിത പദ്ധതി കേട്ടോ. പദ്ധതിയുടെ പേരെന്താണ്? അസ്മിത. നെക്സ്റ്റ് വൺ ഈസ് NPS വാത്സല്യ. നമ്മുടെ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇത്. NPS വാത്സല്യ. എന്തിനാ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എന്താണ് സമ്പാദ്യം, ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത്. NPS വാത്സല്യ. അതായത് 2024 സാമ്പത്തിക ബഡ്ജറ്റിനകത്ത് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ആണ് ഇത്. NPS വാത്സല്യ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സാമ്പത്തികം പ്രോത്സാഹിപ്പിക്കാനായിട്ട് കേന്ദ്രം അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്. NPS വാത്സല്യ. നെക്സ്റ്റ് വൺ ഈസ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കേന്ദ്ര പദ്ധതിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? 70 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ഇത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി കേട്ടോ. നമ്മൾ നേരത്തെ ആയുഷ്മാൻ ഭവ പറഞ്ഞു. അതാരുടേതാണ്? ഹോമിയോ വകുപ്പിന്റെ ജീവിതശൈലി രോഗനിർണയ പദ്ധതിയാണ് ഏത്?
ആയുഷ്മാൻ ഭവ. ഇവിടെ പറയുന്നത് ആയുഷ്മാൻ ഭാരത് ആണ് കേട്ടോ. ആയുഷ്മാൻ ഭാരത് എന്താ പറയുന്നത്? 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എന്താണ് എല്ലാ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ഇത് ആയുഷ്മാൻ ഭാരത് പദ്ധതി കേട്ടോ. ഇത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതിനകത്ത് എന്ത് വേണ്ട, വരുമാനം ഒന്നും ഒരു പരിധിയല്ല. വരുമാനം ഇത്ര വരുമാനമുള്ളവൻ, താഴെ BPL APL ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ഇല്ല. 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 5 ലക്ഷം രൂപയുടെ കേന്ദ്ര ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും. നെക്സ്റ്റ് വൺ ഈസ് പ്രോജക്റ്റ് നമ. നിയുക്ത ഭടന്മാരുടെ കുടുംബങ്ങളുടെയും പിന്തുണയ്ക്കായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സോറി വിമുക്തി കേട്ടോ. വിമുക്ത റിട്ടയർഡ് ആയിട്ടുള്ള ഭടന്മാരുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ ആർമി സോൾജേഴ്സ് ഉണ്ടല്ലോ, അവരുടെയും അവരുടെ കുടുംബത്തിന്റെയും പിന്തുണയ്ക്കായിട്ട് ആർമി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? നമ. എന്റെ കൂട്. നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതിയാണ് ഇത് എന്റെ കൂട് പദ്ധതി കേട്ടോ. എന്റെ കൂട് പദ്ധതിയിൽ എന്താണ് 9 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താണ് എന്റെ കൂട് പദ്ധതി കേട്ടോ. സ്ത്രീകൾക്ക്, നഗരത്തില് രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് എന്റെ കൂട് പദ്ധതി. നെക്സ്റ്റ് വൺ ഈസ് ധവള വിപ്ലവം 2.0. ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം അവതരിപ്പിച്ച പദ്ധതിയാണ് ഏത്? ധവള വിപ്ലവം 2.0. നമുക്ക് ധവള വിപ്ലവത്തെ പറ്റിയൊക്കെ അറിയാമില്ലേ? നമ്മുടെ മലയാളിയായ വർഗീസ് കുര്യൻ അവതരിപ്പിച്ച ഒന്നാണ് എന്ത്? വൈറ്റ് റവല്യൂഷൻ. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടയാണ് എന്ത്? ധവള വിപ്ലവം. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ എന്ത് ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ് അല്ലേ? ഓപ്പറേഷൻ ഫ്ലഡ് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ എന്താണ്, അതുകൊണ്ട് തന്നെ ധവള വിപ്ലവം 2.0 എന്ന പേരിലാണ് ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം ഈ പദ്ധതി അവതരിപ്പിച്ചത്. ലക്ഷ്യം എന്താണ്? സ്ത്രീ കർഷകരെ ഏകീകരിക്കുക, പ്രാദേശിക പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക, പാൽ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ധവള വിപ്ലവം 2.0 എന്ന കേന്ദ്ര പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈ സർവത്ര. പ്രോജക്റ്റിന്റെ പേരെന്താണ്? സർവത്ര. ആരുടേതാണെന്ന് അറിയാമോ? BSNLന്റേതാണ് കേട്ടോ. അതായത് വീട്ടിലെ വൈഫൈ കണക്ഷൻ ഇന്ത്യ രാജ്യത്ത് എവിടെ പോയാലും നമുക്ക് ഉപയോഗിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് BSNL അവതരിപ്പിച്ച പദ്ധതിയാണ് ഏത്? സർവത്ര. അപ്പൊ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇന്റർനെറ്റ് ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്ന ഒരു പദ്ധതിയാണ് ഏത്? സർവത്ര. നെക്സ്റ്റ് വൺ ഈസ് സ്നേഹിതയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എപ്പോഴും പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഇത് സ്നേഹിത. KSOP. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി സർക്കാർ ഒരുക്കിയ ഓൺലൈൻ പോർട്ടലാണ് ഇത് KSOP കേട്ടോ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇത് KSOP കേട്ടോ. KSOP. കേരളത്തിന്റെ നാളികേര വെളിച്ചെണ്ണയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പോർട്ടലാണ് ഇത് KSOP. അടുത്ത പൊൻവാക്ക്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ് പൊൻവാക്കും കെടാവിളക്കൊക്കെ ഇല്ലേ. കെടാവിളക്കൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കെടാവിളക്ക് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, OBC കാറ്റഗറിയിലുള്ളവർക്കുള്ള എന്താണ് സർക്കാരിന്റെ സഹായ പദ്ധതിയാണ് ഇത് കെടാവിളക്ക് എന്ന് പറയും. ഇവിടെ എന്താണ് പറഞ്ഞത്? പൊൻവാക്ക്. പൊൻവാക്ക് എന്താണ്? പൊതുജന പങ്കാളിത്തത്തോടെ, ബംഗാളിയല്ല കേട്ടോ, സോറി കേട്ടോ. പൊതുജന പങ്കാളിത്തത്തോടെ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇതന്നെ വെട്ടാല്ലേ. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം തടയാനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് ഇത് പൊൻവാക്ക്. അതായത് 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളെ വിവാഹത്തിന് അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വനിതാ ശിശു വികസന വകുപ്പിനെ അറിയിക്കാം. അങ്ങനെ അറിയിച്ചാൽ നമുക്ക് 2500 രൂപ എന്ത് ചെയ്യും, പാരിതോഷികമായി ലഭിക്കും. ഈ പദ്ധതിയാണ് എന്ത് പൊൻവാക്ക്. ഒരു പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പൊൻവാക്കാണ് അല്ലേ. അപ്പൊ അതെന്താണ്, പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയാണ്. എന്താണ്, ശൈശവ വിവാഹം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത്
പൊൻവാക്ക് പദ്ധതി. അപ്പം വിവരം അറിയിച്ചാൽ എത്ര രൂപയാണ് ലഭിക്കുന്നത്? നമുക്ക് പാരിതോഷികമായിട്ടൊരു 2500 രൂപ ലഭിക്കും കേട്ടോ. പദ്ധതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ കാര്യം ആരാണ് കൊണ്ടുവന്നത്? വനിതാ ശിശു വികസന വകുപ്പാണ് ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഏതാണ്? ഉജ്ജീവനം. പദ്ധതിയുടെ പേരെന്താണ്? ഉജ്ജീവനം. അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുസ്ഥിര ഉപജീവന മാർഗം ഉറപ്പുവരുത്തി സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഉജ്ജീവനം. കുടുംബശ്രീക്ക് ഇപ്പൊ ഒരുപാട് പദ്ധതികളുണ്ട് ഇല്ലേ? എന്താണ് പദ്ധതി പറയുന്നത്? അതിദാരിദ്ര്യത്തിലുള്ളവർക്ക് ഒരു സുസ്ഥിര ഉപജീവന മാർഗം കൊടുക്കണം അല്ലേ? അതിനുവേണ്ടി കുടുംബശ്രീ അവതരിപ്പിച്ച പദ്ധതിയാണ്. കാരണം എന്താണ്? അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവർക്കൊരു ഉപജീവന മാർഗമാണ് വേണ്ടുന്നത്. ആ മാർഗം കണ്ടെത്തി കൊടുക്കുന്നതിനായിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏത്? ഉജ്ജീവനം. പദ്ധതിയുടെ പേരെന്താണ്? ഉജ്ജീവനം. ഒരു 100 ദിവസത്തെ ക്യാമ്പയിൻ ആണ് നടത്തുന്നത് കേട്ടോ. പദ്ധതി പ്രകാരം 100 ദിവസത്തെ ക്യാമ്പയിൻ ആണ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈ സൈബർ വാള്. വ്യാജ ഫോൺ കോള്, വെബ്സൈറ്റ് എന്നിവയിലൂടെ പണം നഷ്ടമാകുന്നത് തടയാനായിട്ട് സൈബർ പോലീസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത്? സൈബർ വാൾ പ്രോജക്ട് കേട്ടോ. പ്രോജക്റ്റിന്റെ പേരെന്താണ്? സൈബർ വാൾ. PM വിദ്യാലക്ഷ്മി ഇമ്പോർട്ടന്റ് ആണ്. മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണ് ഇത്? PM വിദ്യാലക്ഷ്മി കേട്ടോ. അതിന് ഈടും ജാമ്യവും ഒന്നും വേണ്ട. ഇപ്പൊ റീസെന്റ് ആയിട്ട് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇത് PM വിദ്യാലക്ഷ്മി എന്നത്. PM വിദ്യാലക്ഷ്മി എന്താ പറയുക? അതിന് ഈടോ ജാമ്യമോ ഒന്നും തന്നെ വേണ്ട. മുൻനിര വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ലോൺ എടുത്ത് പഠിക്കാം കേട്ടോ. അതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്? PM വിദ്യാലക്ഷ്മി. PM വിദ്യാലക്ഷ്മി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള വായ്പ ലഭിക്കും. അതിന് ഈടോ ജാമ്യമോ അങ്ങനെ ഒന്നും തന്നെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഈസ് ഇമോഷൻ. അതായത് കുട്ടികളെ മുതിർന്നവരെയൊക്കെ ഈ മൊബൈലിന്റെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ്. അത് ഇലക്ട്രോണിക് മോചൻ ഇല്ലേ? അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ഫോണ്, ലാപ്പ് തുടങ്ങിയവയിൽ നിന്നൊക്കെ അവരുടെ ലഹരിയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത് ഇമോചൻ എന്ന് പറയുന്നത് ഇല്ലേ? സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് ഇമോചൻ. ആരെയൊക്കെയാണ്? കുട്ടികളെയും പിന്നെ ആരെ? മുതിർന്നവരെ. അപ്പൊ അവരും അതിന് അഡിക്റ്റ് ആണ് അല്ലേ? അപ്പം കുട്ടികളെയും മുതിർന്നവരെയും എന്താണ് ഇപ്പം ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ലഹരിയിൽ നിന്നും പ്രധാനമായിട്ടും മൊബൈല് പിന്നെന്താണ് ലാപ്പ് തുടങ്ങിയവയുടെയൊക്കെ എന്താണ് ലഹരിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇത് ഇമോജൻ. നെക്സ്റ്റ് വൺ ഈസ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. രാജ്യാന്തര ഗവേഷണ ജേണലുകൾ രാജ്യമൊട്ടാകെയുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ലക്ഷ്യമാക്കാനുള്ള പദ്ധതിയാണ് ഇത് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. എന്താണ് പറയുന്നത്? ഗവേഷണ ജേണലുകളൊക്കെ ഉണ്ടല്ലോ, റിസർച്ച് ജേണൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് രാജ്യത്തുള്ള എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി, എല്ലാവർക്കും ലഭ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് ഏത്? വൺ നേഷൻ വൺ രജിസ്ട്രേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് പടവുകൾ കേട്ടോ. പടവുകൾ കുറച്ചധികം കാര്യങ്ങൾ പടവുകളുമായി ബന്ധപ്പെട്ടുണ്ട്. പാവപ്പെട്ട വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് പടവുകൾ. ആരുടേതാണ്? വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ എയ്ഡ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയവരായിരിക്കണം. മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സിന് പ്രവേശനം നേടിയിട്ടുള്ള പാവപ്പെട്ട വിധവകളുടെ മക്കൾക്ക് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടുന്ന പഠന സഹായങ്ങൾ, പഠിക്കാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ആര് നൽകും? വനിതാ ശിശു വികസന വകുപ്പ് നൽകും. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻ ഇല്ലേ? ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്തിരിക്കണം? സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയിരിക്കണം. അതായത് ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യില്ല? വനിതാ ശിശു വികസന വകുപ്പിന്റെ പടവുകൾ പ്രകാരം എന്ത് ലഭിക്കില്ല? ധനസഹായം ലഭിക്കില്ല. ഗവൺമെന്റ് കോളേജുകളായിരിക്കണം, അവിടെ എയ്ഡഡ് കോളേജുകളായിരിക്കണം. അവിടെ പ്രവേശനം നേടിയിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും? പടവുകൾ എന്ന പദ്ധതി പ്രകാരമുള്ള ധനസഹായം ലഭിക്കുന്നതാണ് കേട്ടോ. കണ്ടീഷൻ വിധവകളുടെ മക്കളായിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന 100 ദിന തീവ്ര യജ്ഞ പരിപാടി ഏതാണ്? ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം. പദ്ധതിയുടെ പേര് അങ്ങനെയാണ് കേട്ടോ. എന്താണ്? ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗം ആയി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന 100 ദിന തീവ്ര യജ്ഞ പരിപാടിയാണ് ഏത്? ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ദേശീയ മുന്നേറ്റം എന്ന പദ്ധതി.
താങ്ക് യു ഡോണർ കേട്ടോ. ഇതൊരു നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്പ് ആണ് എന്ത് താങ്ക് യു ഡോണർ. നോക്കാമേ. ജനറൽ ആശുപത്രിയിൽ എത്തുന്ന ഏതൊരാൾക്കും രക്തം സംബന്ധിച്ച ആവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ രക്തദാനം എളുപ്പമാക്കാനുള്ള ഒരു ആപ്പാണ് ഇത് താങ്ക് യു ഡോണർ കേട്ടോ. നമുക്ക് രക്തം ദാനം ചെയ്യാനും അവിടെ സാധിക്കും. കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒരുപാട് ബ്ലഡ് ഡോണേഴ്സ് ഒക്കെ എവിടെയുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് അത്യാവശ്യമായിട്ട് എന്ത് കിട്ടാറില്ല എന്ന അവസ്ഥയാണ്, ബ്ലഡ് കിട്ടാനില്ല എന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ചില റയർ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കിട്ടാൻ എവിടെ അവൈലബിൾ ആണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ആപ്പ്, അതൊരു നല്ലൊരു ആശയമാണ് അല്ലേ. ആപ്പിന്റെ പേരെന്താണ്, താങ്ക് യു ഡോണർ എന്നാണ്. നമുക്ക് ആ ആപ്പ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. കൃത്യമായിട്ട് എന്ത് ചെയ്യും, ബ്ലഡ് ആവശ്യമുള്ളവർക്ക് അത് എളുപ്പത്തിൽ കിട്ടാനായിട്ട്, എളുപ്പത്തിൽ അവർക്ക് ഈസി ആയിട്ട് ലഭ്യമാകാന് കാരണമാകും. അങ്ങനെയുള്ള ആപ്പാണ് ഇത് താങ്ക് യു ഡോണർ. നെക്സ്റ്റ് വൺ ഈസ് ട്രൈബൽ പ്ലസ് ആണ് കേട്ടോ. ട്രൈബൽ പ്ലസ് കുറച്ച് പഴയതാണ് എങ്കിലും PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. PSC ലൈവായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇത് ട്രൈബൽ പ്ലസ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് അധിക ജോലി നൽകുന്ന പദ്ധതിയാണ് ഇത് ട്രൈബൽ പ്ലസ് കേട്ടോ. അതായത് അധിക ജോലിയല്ല, അധിക തൊഴിൽ ദിനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഇത് ട്രൈബൽ പ്ലസ്. അതായത് ഒരു വർഷം ഇത്ര ദിവസത്തെ ജോലിയാണെന്ന് ഒരാൾക്ക് പറയുന്നതെങ്കിൽ അവര് പട്ടികവർഗക്കാരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും കുറച്ച് ശതമാനം അധികമായിട്ട് കിട്ടും. കാരണം അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ത് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി വരുന്നത് കേട്ടോ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എന്താണ് പട്ടികവർഗ കുടുംബങ്ങൾക്ക് അധിക തൊഴിൽ ദിനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഇത് ട്രൈബൽ പ്ലസ്. പദ്ധതി പ്രകാരം മുന്നിലുള്ള പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ ട്രൈബൽ പ്ലസ് പദ്ധതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്ത് ഏതാണ്, അഗളി പഞ്ചായത്താണ് കേട്ടോ. അഗളി പഞ്ചായത്ത്, അട്ടപ്പാടി പഞ്ചായത്ത്, ഈ രണ്ട് പഞ്ചായത്തുകൾ കേട്ടോ. ഇത് രണ്ടും പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളാണ് ഏതൊക്കെ, അഗളി ആൻഡ് അട്ടപ്പാടി. ഓക്കെ ആണേ, പാലക്കാട് അട്ടപ്പാടി. അപ്പൊ നമ്മള് ഇത് പ്രത്യേകം പഠിച്ചു വെച്ചേക്കണേ, ഇത് ട്രൈബൽ പ്ലസ്. ട്രൈബൽസിന് കുറച്ച് അധികമായിട്ട് എന്ത് തൊഴിൽ ദിനങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഏണിങ്സ് കൂടും ഇല്ലേ, അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അടുത്തയാണ് എന്ത് ILIMS. നോക്കാം, ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതൊരു പ്രോജക്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു പോർട്ടലാണ് ഇത് ILIMS. നോക്കാം, ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഭൂമി വാങ്ങി കരമടച്ച് പേരിൽ കൂട്ടി നമുക്ക് പോക്കുവരവ്, ഭൂമി വാങ്ങുക, കര അടയ്ക്കുക, അതിന്റെ പോക്കുവരവ് നടത്തുക, ഇങ്ങനെയുള്ള എല്ലാ സേവനങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു പോർട്ടലിൽ കൊണ്ടുവന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പോർട്ടലിൽ കൊണ്ടുവന്ന സംവിധാനമാണ് ഇത് ILIMS കേട്ടോ. അതായത് അതിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ സർവേ എന്നീ സേവനങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യുകയാണ്, ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ, ഇത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമി വാങ്ങിക്കുന്നത്, അതിന്റെ കരം, അതിനെ പോക്കുവരവ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കൂടി എന്ത് ചെയ്യുകയാണ്, ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് ഇത് ILIMS. എന്താണത്, ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം കേട്ടോ. അതും കൂടി ജസ്റ്റ് എന്ത് ചെയ്തിരിക്കുക, പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ട്രൈബൽ പ്ലസ് ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു ഡോണർ നിങ്ങൾ പഠിക്കണം. പടവുകൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത് പദ്ധതി പടവുകൾ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് വളരെ കുറച്ച്, അതായത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള, എന്നാൽ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോജക്ട്സും കുറച്ച് പോർട്ടലുകളും ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാണാതെ പഠിച്ചു വെക്കുക. 24 വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇനി കുറച്ച് കേന്ദ്ര പദ്ധതികൾ കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കേന്ദ്ര പദ്ധതികളും കൂടി പഠിക്കാം, റീസെന്റ് ആയിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ. എനിവേ താങ്ക് യു, എല്ലാവരും നന്നായിട്ട് പഠിക്കാം.